ഇതിൻ്റെ പേരാണ് ബ്രസൽ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഇതിന് പച്ചവെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കൂടിയൊന്ന് നമ്മളിതിന് കഴുകിയെടുക്കണം കേട്ടോ. 2 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം ഈ ഇതിനെ നമുക്ക് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ മേലത്തെ ഓരോ ആദ്യത്തെ ഇലകൾ നമ്മൾ കേബേജിൻ്റെ ഒക്കെ എടുത്ത് കളയണ പോലെ കളയണം. അതിനൊന്നിങ്ങനെ മുറിച്ച് കൊടുത്ത് അതിനെ വയ്ക്കണം. പിന്നെ ഇതിനെ ഒന്ന് ചെയ്യേണ്ടത് ഇതങ്ങനെ നടു പൊളിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. നമുക്കിതെല്ലാം അങ്ങനെ ഓരോ ഇലകൾ മേലത്തെ അടത്തി കളഞ്ഞ് നമ്മുടെ കുഞ്ഞുവാവ വന്ന് എടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ആക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ മുകളിലത്തെ ഇലകളൊക്കെ അടർത്തി അതിനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഇത് കടയിൽ പോയപ്പോൾ കണ്ടതാണ്. നമ്മളെ കേരളത്തിലുള്ളവരിത് കഴിക്കലുണ്ടോ എന്തോന്നറിയില്ല. ഞങ്ങളിങ്ങനെ വെറൈറ്റിയോ കണ്ടാലേ അതൊക്കെ എടുത്ത് പോരുന്നിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നോക്കും. നല്ല സംഭവമാണ് കണ്ടാലൊക്കെ. കേബേജിൻ്റെ പുറത്തൊരു ചെറിയൊരു സാധനമാണല്ലോ. കേബേജ് അല്ലേ ഇനി, അങ്ങനത്തെ സാധനമാണ്. ഇല്ല, നല്ല വാസനയൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഉണ്ടല്ലോ, പിന്നെ കേബേജിനെ പോലെ ഒരു കുഞ്ഞാണല്ലോ കാണാൻ. മൊത്തം ഒരു ഇലകൾ എതളുകൾ ഉണ്ടല്ലേ. ഉണ്ടല്ലേ, മേലത്തെ ഇലകൾ പോരുന്ന ഇലകളുണ്ട് എടുക്കുകയാണ്. നന്നായി കഴുകി പച്ചവെള്ളത്തിൽ കഴുകി പിന്നെ ചുടുവെള്ളത്തിൽ കഴുകി. ഇത് ചിലരിത് മസാല തേച്ച് വറുത്തെടുക്കലാണ്. നമുക്ക് വറക്കണ്ട, നമുക്കിത് മസാല പോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. സംഭവം നല്ലതാണ് എന്നാ പറയുന്നത്. അപ്പം നല്ല ഭംഗിയില്ലല്ലോ ശരിക്കും. ഉള്ളിലേക്ക് നോക്കിയ കേബേജിന്റെ കുഞ്ഞാ തോന്നും കണ്ട. ബ്രസൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിലുണ്ടോ എന്നുള്ളത് അറിയില്ല, കണ്ടിട്ടില്ല, അറിയില്ല കേട്ടോ. കുഞ്ഞുവാവതിയെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കുഞ്ഞുവാവനെ നോക്കും ചെയ്യണം, എൻ്റെ കൂടെ ഇതുണ്ടാക്കണം. കുഞ്ഞുവാവ നല്ല കളിയിലാണ് കണ്ടത്. കുഞ്ഞാവ കളിക്കുന്നുണ്ടോ ഇവിടെ? അതാ ഇത് കളി കണ്ടില്ലേ? തനിമോൻ ഹായ് പറയൂ, ഹായ് പറയൂ. ഹായ് പറയൂ. കുട്ടിക്ക് നാണായിരിക്കുന്നു. അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. ഞാൻ വന്നപ്പോ അവൻ ഇരിക്കുന്നേളു മുട്ടുകുത്തി. ഇപ്പൊ അവൻ നടക്കാൻ തുടങ്ങി. സന്തോഷായിരുന്നു. അയ്യോ, അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. വീഡിയോ എടുത്തരാൻ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. കുഞ്ഞാവെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണല്ലോ. ഹായ് പറയൂ, ഹായ് പറയൂ. ഞാനും എൻ്റെ അച്ഛമ്മയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ് പറയും. കുട്ടി സംസാരിക്കാനൊക്കെ ആവുമ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കൂടെ വന്ന് സംസാരിക്കുമല്ലോ.
നമ്മളിത് ഓരോന്നായിട്ട് മോനിതിക്ക് എത്തി നോക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവൻ എത്തി നോക്കുകയാണ് അതിൽ. അങ്ങനെ അവനെ കാണാൻ നല്ല ഇഷ്ടമാണ്. ടീപ്പോയുമ്പോൾ പൊട്ടാണ് അവൻ, അതുകൊണ്ടാണ് ആ സൗണ്ട് കേൾക്കുന്നത്. വേറൊന്നുമല്ല, ഇതിലേക്ക് എത്തി നോക്കുകയാണ്. അവൻ എന്നെ കാണാനുണ്ട്, അവനെ കാണാനില്ലല്ലോ. കണ്ടോ, കഷ്ടപ്പെട്ട് നോക്കുകയാണ് മോൻ. കുറച്ച് വെച്ചിട്ടുണ്ട്, ഫുള്ളാക്കി ഇങ്ങനെ വെക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കാമല്ലോ. പിന്നെ ഇതുള്ള നാട്ടിൽ പോയിട്ട് നമ്മളിത് കഴിക്കാൻ നിൽക്കണം. ഇത് ഇവിടുന്ന് വരുത്തുന്നതാണാവോ. ഇംഗ്ലീഷുകാരാണ് ഇത് കാര്യപ്പെട്ട് കഴിക്കുന്നത് കണ്ടിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗി. അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ശരിയാണ്, കണ്ടില്ലേ, നിറയെ ഇത്രയും തോലും ഇത്രയും എൻ്റെ നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. ഇനി നമുക്കിത് പാചകം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രസൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു സവാള, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, തക്കാളി. ഇതിന് വേണ്ട ചിലർ തക്കാളി സോസ് എടുക്കും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കും. നമ്മൾ ഇങ്ങനെ ഒറിജിനൽ എടുത്ത് നമുക്കത് വഴറ്റിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് തരണം, കമൻറ്റ് തരണം. ഇത് ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വലിയ ജീരകം ഇടണം. അപ്പോൾ എനിക്ക് വലിയ ജീരകം പൊടിച്ചതുണ്ട്, അപ്പം ഞാൻ പൊടിയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ആദ്യം അത് ഇടാത്തിട്ടോ. അല്ലെങ്കിൽ ആദ്യം വലിയ ജീരകം ഇട്ടതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. ഒന്ന് പച്ചമണക്കം മാറോളം ഇളക്കി കൊടുക്കാം. പച്ചമണക്കം മാറി വരട്ടെ കേട്ടോ. അപ്പോൾ പച്ചമണൊക്കെ മാറി അതിലേക്ക് നമ്മൾക്ക് ഇനി എന്താ വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയായിരുന്നു. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള അല്ലെങ്കിൽ വലിയ ഉള്ളി, സവോള അല്ലേ, പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതും കൂടെ ചെയ്യാം. ഉപ്പിട്ട് കൊടുത്താലേ നന്നായി വഴറ്റാം. ഇവിടെ പിങ്ക് സോൾട്ടാണ് വാങ്ങാറുള്ളത്. അങ്ങനെ നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. കാശ്മീരി മുളക് പൊടി എല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അവനവൻ എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം.
അതുപോലെ എരിവിന് വേണ്ട കുരുമുളക് പൊടി ഇട്ടോ, ഒരുപാട് ഇട്ട് കൊടുക്കരുത്, എരിവേറരുത്, എല്ലാം ശ്രദ്ധിക്കണം. പച്ചമുളക് ഇട്ടതാണ്, കാശ്മീരി മുളക് ഇട്ടതാണ്. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഉള്ളിയും മസാലകളൊക്കെ ഒന്ന് മൂത്തും നല്ലൊരു വാസനയൊക്കെ വന്ന് തുടങ്ങും. മൂത്തതിൻ്റെ ഒരു വാസന വരും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം? തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ്, അത് ചെറുതായി അരിഞ്ഞതാണ്. അതിനിട്ടിട്ട് ഇതുപോലെ വഴറ്റി റെഡിയാക്കാം കേട്ടോ. അപ്പം തക്കാളിയൊക്കെ നന്നായി കൂട്ടിയിളക്കിയിട്ടുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഉള്ളിയിലേക്കുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തുള്ളൂ. ഇനി നമുക്ക് മൊത്തത്തിൽ ബ്രസലിക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചുള്ള ഉപ്പാണ് ഇടുന്നത് കേട്ടോ. വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വഴറ്റി റെഡിയാക്കുക. നമ്മളെ ബ്രസലിന് വേവ് കുറവാണ്, 10 മിനിറ്റോ ഇതുള്ള വേവ്. അപ്പം നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റി റെഡിയാക്കിയതിന് ശേഷം അതിനതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് ഗ്രേവിയായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചതാണ്. ഓരോ മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം. വഴറ്റി തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിടണമെന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതിൽ ആവിയൊക്കെ നിറഞ്ഞിട്ട് അതിങ്ങനെ ഗ്രേവിയായി വരാം. ഒന്ന് വേവ് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് മറ്റേ നമ്മൾ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് റെഡിയായാൽ അങ്ങനെ അമർത്തിയൊക്കെ കൊടുക്കുക. അങ്ങനെ അമർത്തി ഇതാക്കി ചിലപ്പോൾ ഇങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ തക്കാളി അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ വഴന്ന് വരാൻ കുറച്ച് വെഴുകി പോകുന്നില്ല. നന്നായി അത് വെള്ളമൊക്കെ വലിഞ്ഞ് വെറ്റി വരണം. അപ്പോഴേ കറക്റ്റ് റെഡിയാവുള്ളൂ. ഞാനിതിൽ മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രസൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി യോജിപ്പിക്കുക. മസാലയൊക്കെ ഇത് നന്നായി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് വേവേ ഉള്ളൂ കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കി നന്നായി യോജിപ്പിക്കുക. എല്ലാ മസാലകളും ഈ ബ്രസലിൽ വന്നിട്ട് പറ്റി പിടിച്ചിരിക്കണം. മസാലയിലൊക്കെ പാകപ്പും ഒക്കെയാണ്. നമുക്ക് കൂടെ ഈ ഇത് വന്നിങ്ങനെ പറ്റിപ്പിടിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. വേവിക്കാം. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളെ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി. മസാല യോജിപ്പിച്ച് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ആവിയിൽ വേവട്ടെ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി നോക്കാം. ഇത് വഴറ്റി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് അടച്ച് വെക്കാം. വീണ്ടും ഒന്നുകൂടെ അടച്ച് വെക്കാം കേട്ടോ. നന്നായി ഒതുക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്തായിരിക്കുന്നു നോക്കാം. വെന്ത പോലെയാണ് കണ്ടാല്. അതില്ലേ സംഭവം വെന്തിരിക്കുന്നു. വെന്തതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, തുണിക്ക് ആവി അറിയുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം അല്ലേ. സംഭവമൊക്കെ വെന്ത് റെഡിയായിരിക്കും. വെന്തോ നോക്കണമെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ട് അമർത്തി നോക്കിയാൽ കേട്ടോ. എന്തും കൊണ്ടെങ്കിലും ഇങ്ങനെ അമർത്തി നോക്കുക. അപ്പോൾ ഇത് വെന്തെന്നൊന്നും അറിയാം. വെന്താലും അതിങ്ങനെ ഇങ്ങനെ ഇതാ കണ്ടോ വെന്തിരിക്കുന്നു. അതാണ് ഇങ്ങനെ 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 ഇതാകില്ല കുത്തി അങ്ങനെ കയറും.
വെന്തിരിക്കണപ്പോൾ നമുക്കൊന്ന് എടുത്ത് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാല്ലേ, ടേസ്റ്റ് ഒന്നും അറിയാലോ, നല്ല ചൂടൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പൊ നമ്മുടെ ബ്രസൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നല്ല ഭംഗിയില്ലേ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മളിത് കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചു നോക്കിയിട്ടില്ല. കടയിൽ ഇത് ഇരിക്കുന്നു കാണാം, യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കാണുന്നുണ്ട്. അവരിത് പൊരിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പൊരിക്കാനൊന്നും ഇല്ല, പൊരിച്ച് കഴിക്കണ്ട, നമുക്കിങ്ങനെ വേവിച്ച് കഴിച്ചാൽ മതി. ഇത് നല്ലതാണ്. നല്ല ചൂടുണ്ട്, ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വെന്തതാ കണ്ടോ, അങ്ങനെ നിൽക്കുക നിന്നുണ്ട്, വെന്തിരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ, അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റാ, കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. നിങ്ങൾ ഉണ്ടാക്കുന്നത് നന്നായാൽ എങ്ങനെയാണ് ടേസ്റ്റ് കൂടും. ചെറിയ പൊടികളെല്ലാം ഇട്ട് കുഴച്ചിട്ട് നാരങ്ങ നീരും പിഴിഞ്ഞിട്ടാണ് എണ്ണയിട്ട് വറുത്ത് വയ്ക്കുന്നത്. പ്രത്യേക ടേസ്റ്റാണ്, കഴിക്കാൻ തോന്നില്ല. നല്ല രസമുണ്ട്. നമ്മളവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിയിട്ട് ഉണ്ടായി കഴിച്ചു നോക്കുക. ഒക്കെ വെറൈറ്റിയാണ്, സംഭവം സൂപ്പറാണ്. അത് നിൻ്റെ വയറ് നിറയിക്കുന്നു. അപ്പോൾ ഹായ് എല്ലാവരും, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.